ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലി ലോ ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുൻ വർഷങ്ങളിൽ ലോ എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതും അതുമായി സിമിലർ ആയിട്ട് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ചിലതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. ഇപ്പോൾ ക്ലീക്ക് ആയാലും കുസാറ്റിനായാലും കേരള യൂണിവേഴ്സിറ്റിക്കായാലും ഏതൊരു ലോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന നാഷണൽ ലെവൽ ഏതെങ്കിലും ലോ എൻട്രൻസ് ആണെങ്കിലും എല്ലാവർക്കും ഏത് ലോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് പഠിക്കണം, ഇത് പഠിച്ചിരിക്കണം. ഇതിലധികം പഠിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്, അധികം പഠിക്കാം. കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് പഠിക്കാം. പക്ഷെ ഇത് എന്തായാലും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിരിക്കണം. കാരണം ഞാൻ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കി അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി സിമിലർ ആയിട്ട് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇത് പഠിച്ചിരിക്കണം. കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി ലോയുടെ. അപ്പൊ അധികം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കാരണം അങ്ങനെ വലുതായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. ഫാമിലി ലോയിൽ നിന്ന് മാക്സിമം പോയാൽ 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുവരെയായിട്ട് അങ്ങനെ വന്നിട്ടുള്ളൂ. എന്തെങ്കിലും ടഫ് ആവണമെങ്കിൽ മാത്രമേ ചിലപ്പോൾ അധികം ചോദിക്കാറുള്ളൂ. അല്ലാതെ ഫാമിലി ലോയിൽ നിന്ന് അങ്ങനെ അധികം ചോദിക്കാറില്ല, 2-3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി ഫാമിലി ലോയ്ക്ക്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. Family law deals with options: option A, property matters; option B, matrimonial property; option C, matrimonial relations; option D, family problems. Answer option C, matrimonial relations. ഇതിനകത്ത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചവരാണെങ്കിൽ ഫാമിലി ലോ ക്വസ്റ്റ്യൻസും എല്ലാം പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് കണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കി അവസാനം മാർക്ക് സ്കോർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാർക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ ഇത് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ഇത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക ചെയ്യാം. Question: The custom of sati was abolished by options: option A, Lord Macaulay; option B, William Bentinck; option C, Warren Hastings; option D, Lord Ripon. Answer option B, William Bentinck. Law is applicable to options: option A, Hindus; option B, Jain; option C, Buddhist or Sikh; option D, all of the above. Answer option D, all of the above. Marriage between a boy of below 21 years of age and a girl of below 18 years of age is options: option A, void; option B, valid; option C, voidable; option D, irregular. Answer option A, void. വോയിഡിന്റെ അർത്ഥം നോട്ട് വാലിഡ് എന്നാണ്, വാലിഡ് അല്ല. Personal laws are laws applicable to options: option A, specific person; option B, a caste group; option C, a religious community; option D, all persons. Answer option C, a religious community. In case of a legal separation, husband is obliged to maintain his divorced wife. Options: option A, 20 years; option B, till she gets married; option C, till the children become adult; option D, till the marriage of the eldest child. Answer option B, till she gets married. Succession Act 1925 contains provisions regarding option A, testamentary succession; option B, intestate succession; option C, both A and B; option D, none of the above. Answer option C, both A and B. The Hindu Succession Act 1956, the property of a Hindu female shall be held to be her. Options: option A, limited property; option B, absolute property; option C, contingent property; option D, conditional property. Answer option B, absolute property. Hindu boy can validly marry a Muslim girl under options: option A, Hindu Marriage Act; option B, Muslim law; option C, Special Marriage Act; option D, none of the above. Answer option C, Special Marriage Act.
ഇതിൽ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ബിലോ 18 ഇയേഴ്സ് ഓഫ്, ഇപ്പം ബോയ് ആണെങ്കിൽ ബിലോ 21 ഇയേഴ്സ് ഓഫ് ഏജ്, ഗേൾ ആണെങ്കിൽ ബിലോ 18 ഇയേഴ്സ് ഓഫ് ഏജ് മാരേജ് ലീഗൽ ആണോ വാലിഡ് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ലീഗൽ ഏജ് എന്ന് പറയുന്നത് ഇപ്പോ ഇതുവരെ നമുക്ക് ലീഗൽ ഏജ് ഫോർ മാരേജ് എന്ന് പറയുന്നത് ബോയ്സിന് 21 ആൻഡ് ഗേൾസിന് 18 ആണ്. അപ്പൊ അത് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് മറന്നു പോവാതെ വെച്ചേക്കാം. Marriage Restraint Act 2006 is applicable to options: option A only Muslims, option B all Indians except Muslims, option C all irrespective of religion, option D only Hindus. Answer option C all irrespective of religion. ആക്ടുകളുടെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആക്ടുകളുടെയൊക്കെ ഇയറും ഒന്ന് ഓർത്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. All proceedings under the provision of the Hindu Marriage Act 1955 shall be regulated by options: option A Criminal Procedure Code 1973, option B Indian Penal Code 1860, option C Civil Procedure Code 1908, option D Indian Contract Act 1872. Answer option C Civil Procedure Code 1908. ഈ കൊടുത്തേക്കുന്ന നമ്മുടെ ആക്ടുകള് CRPC, CPC, IPC ഇതൊക്കെ നമുക്ക് പ്രധാനമായിട്ട് ഇതിന്റെയൊക്കെ വർഷങ്ങൾ പഠിച്ചു വെക്കണം. അത് എനാക്ട് ചെയ്തതും എൻഫോഴ്സ് ചെയ്തതുമായിട്ടുള്ള വർഷങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഹിന്ദു മാരേജ് ആക്ട്, ഇതുപോലെ ഇപ്പൊ നേരത്തെ കണ്ട ചൈൽഡ് റിസ്ട്രെയിൻ മാരേജ്, ആ ഒരു ആക്ടുകളുടെ വർഷം കാണാതെ പഠിക്കണ്ട, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ചിലപ്പോൾ ടഫ് ആയിട്ട് അങ്ങനെ എക്സാം പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ വർഷം കൂടെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കാം. The law relating to marriage, divorce and succession of different communities. Option A is contained in various personal laws. Codified and uncodified is codified in Common Civil Code. Option C Indian Succession Act. Option D none of the above. Answer option A is contained in various personal laws, codified and uncodified. Be termed as custom and usage, the rule must options: option A not opposed to public policy, option B not unreasonable, option C be certain, option D all of the above. Answer option D all of the above. Laws in India are derived from options: option A legislation, option B judicial decisions, option C the Constitution of India, option D religious text. Answer option D religious text. Of marriage under Hindu Marriage Act 1955 is options: option A compulsory, option B optional, option C subject to the discretion of the marriage registrar, option D to be done by a court order. Answer option B optional. Marriage is options: option A civil contract, option B sacrament, option C divine commandment, option D all of the above. Answer option A civil contract. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് പ്ലീക്കും കുസാറ്റിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 5 ഇയറിനും 3 ഇയറിനും എല്ലാവർക്കും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാമിലി ലോയിൽ നിന്ന്. മുസ്ലിം മാരേജ് ഈസ് എ ഡാഷ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും മറക്കാതെ നോക്കി വെച്ചേക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും 5 ഇയർ LLBക്കും 3 ഇയർ LLBക്കും പഠിക്കാവുന്നതാണ്. അപ്പൊ അതിലൊരു ഡൗട്ടും വേണ്ട, ഇതെല്ലാം പഠിച്ചേക്ക. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. Religious foundations are known as options: option A din, option B waqf, option C ulema, option D khuza. Answer option B waqf. Nature of waqf is known as option A khadim, option B mutawalli, option C mujawir, option D none of these. Answer option B mutawalli. Marriage under Hindu Marriage Act 1955 is options: option A compulsory, option B optional, option C subject to the discretion of marriage registrar, option D none of the above. ഇത് നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ബി ഓപ്ഷണൽ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നു. ഇതും ഒന്ന് നോക്കി വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. Muslim law, marriage is a options: option A contract, option B sacrament, option C tradition, option D social need. Answer option A contract. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും,
പക്ഷെ ഇതിനകത്ത് ഓപ്ഷൻസ് വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. കോൺട്രാക്ട്, സാക്രമെന്റ്, ട്രഡീഷൻ, സോഷ്യൽ നീഡ്. അപ്പൊ ഇത് കോൺട്രാക്ട് ആണ്. അപ്പൊ മുസ്ലിം ലോയില് മാരേജ് ഇസ് എ സിവിൽ കോൺട്രാക്ട്. ഓക്കെ, അത് മറന്നു പോകരുത്. Hindu Succession Act 1956 come into force. Options: option A 17 May 1956, option B 17 June 1956, option C 1st March 1957, option D 17 April 1956. And option B 17 June 1956. The court held that Muslim women have a right to maintenance under section 125 of the CRPC. Options: option A Daniel Latifi versus Union of India, option B Muhammad Aslam Khan versus Khalilur Rahman, option C Sarlamud Gill versus Union of India, option D Ahmed Khan versus Shahbanu Begum. Answer option D Muhammad Ahmed Khan versus Shahbanu Begum. Hindu law is not applicable. Options: option A person who is not a Muslim, Christian, Parsi or Jew, option B Hindu by birth, option C a Hindu who converts to Christianity, option D a person who converts to Hinduism. Answer option C a Hindu who converts to Christianity. Act which applies to persons who marry persons belonging to a different religion. Options: option A General Marriage Act 1954, option B Hindu Marriage Act 1984, option C Indian Divorce Act 1969, option D Special Marriage Act 1954. Answer option D Special Marriage Act 1954. ഇതും ഒന്ന് നോക്കി വെച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Hindus marriage is a option A sacrament, option B bond, option C contract, option D partnership. Answer option A sacrament. അപ്പോൾ ഇന്ന് നോക്കിയ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോവരുത്. അപ്പം കുസാറ്റ് എന്തായാലും നിയർ ബൈ അടുത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ എക്സാമിന് ഇനി ബാക്കി ഇതിനകത്ത് ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ടെങ്കിൽ ഞാനത് എന്തായാലും ഉടനെ ഇപ്പൊ കുസാറ്റിന് മുന്നേ എന്തായാലും വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതിലെന്തായാലും ഞാൻ ഇനി അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഫാമിലി ലോ റിലേറ്റഡ് ഉണ്ടെങ്കിൽ ഇടാം. കാരണം ബാക്കി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് ഇത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഇനി ബാക്കി ഉണ്ടെങ്കിൽ ബാക്കി അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. അതായത് കുസാറ്റ് എക്സാമിന് മുന്നേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. അല്ലെങ്കിൽ ഞാൻ ക്ലീക്കൊക്കെ മുന്നേ ഞാൻ എന്തായാലും ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും ഞാൻ ടെലഗ്രാം ചാനലിൽ എൻ്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ലോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.